Dear students, now I wish to discuss a few more problems from fourth module. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ റിയാക്ഷൻ കാണുന്ന പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും സെൻട്രോയിഡും കാണുന്ന കോളം ടേബിൾ വരച്ചിട്ടുള്ള കോളം ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡീഫോർമേഷൻ ഡെൽറ്റ എൽ കാണുന്ന പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അതുപോലെ ടെമ്പറേച്ചർ തന്നിട്ട് പ്രോബ്ലം ചെയ്യുന്നത് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ഈക്വൽ ടു PL/A എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഉള്ള കോഎഫിഷ്യൻ്റ് ഓഫ് FS/ES ഈക്വൽ ടു FC/EC എന്നൊക്കെയുള്ള ഇക്വേഷൻ, P ഈക്വൽ ടു FA എന്നൊക്കെയുള്ള ഒരു റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ റെസിലിയൻസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി F²V/2E ചെയ്തു. അതുപോലെ F ഈക്വൽ ടു P/A ഗ്രാജുവലി ലോഡാണെങ്കിൽ FP²V/2E എന്ന് പറഞ്ഞ പ്രൂഫ് റെസിലിയൻസ് മോഡുലസ് ഓഫ് റെസിലിയൻസ് FP²/2E എന്ന് പറഞ്ഞ പ്രോബ്ലം ചെയ്തു. ഇനിയിപ്പോൾ സഡൻലി ലോഡാണെങ്കിൽ 2P/A എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. അഗെയിൻ അതിനകത്ത് തന്നെ നമ്മൾ യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും റിജിഡിറ്റി മോഡുലസും കാണാനുള്ള റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. അതുപോലെ ഗാമ, പോയ്സൺസ് റേഷ്യോ, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ, ആ ഒരു പ്രോബ്ലം ചെയ്തു. അതാണ് അതിനകത്ത് വരുന്നത്. ഇനിയിപ്പോൾ നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. M/I ഈക്വൽ ടു F/Y ഈക്വൽ ടു E/R എന്നല്ല ആ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. ആ റിലേഷൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ നാലാമത്തെ മൊഡ്യൂളിലെ ഒരു പോർഷൻ കൂടിയാണ് വരുന്നത്. ഇത് ഷിയർ കാണാനുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ്. Problem: a rectangular beam 100 mm wide and 300 mm deep is subjected to maximum shear force of 60 kN. Determine average shear stress, maximum shear stress at a distance 30 mm above the neutral axis. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇതിനകത്ത് തന്നിരിക്കുന്നത് ലോഡ് 60 ആണ്. അപ്പോൾ 60 kN ആണ്. ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ബ്രെഡ്ത്ത് 100 ആണ്, ഡെപ്ത്ത് 300 ആണ്. ആവറേജ് ഷിയർ സ്ട്രെസ് പറഞ്ഞ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ പോലെ F/A ആണ് ഇതിൻ്റെ ഇക്വേഷൻ ആവറേജിൻ്റെ. അപ്പോൾ F/A കൊടുക്കുമ്പോൾ 2 Nm/mm² നമുക്ക് കിട്ടും. അതുപോലെ മാക്സിമം റെക്റ്റാങ്കിൾ ആണെങ്കിൽ മാക്സിമം 3/2 ആണ്. ഈ 1.5 F/A ആണ്, ഈ 3/2 F/A ആണ്. അതിൽ അങ്ങോട്ട് കൊടുത്താൽ ആ മാക്സിമം ഷിയർ സ്ട്രെസ്സും കിട്ടും. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് Y ആണ്. Y 30 മാറിയിട്ട് ന്യൂട്രൽ ആക്സിസിന് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് 30 mm അബോവ് ദി ന്യൂട്രൽ ആക്സിസ്, അതാണ് ചോദിച്ചത്. 30 mm അബോവ് ആണ് ന്യൂട്രൽ ആക്സിസിൻ്റെ അബോവ് ആയിട്ടുള്ളത്. IBDQ/12 ആണ് അല്ലേ, IBDQ/12 ആണ് അല്ലേ, അത് കണ്ടുപിടിച്ചു നമ്മൾ. പിന്നെ അതിൻ്റെ ഇക്വേഷൻ 30 mm അബോവ് ഉള്ള ഷിയർ സ്ട്രെസ് ആണ് കാണാൻ പറ്റും. ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് 30 mm അബോവ് ദി ഡിസ്റ്റൻസ്, അങ്ങനെ തന്നെ ചോദിക്കുന്നു. ഇക്വേഷൻ ഇതാണ്: ടോസ് ഈക്വൽ ടു F/2I d²/4 - y². അപ്പോൾ F നമുക്കറിയാം, 2 × I നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. I എന്ന് പറഞ്ഞാൽ BDQ/12, പിന്നെ D എന്ന് പറഞ്ഞാൽ 300²/4 ഇതിൻ്റെ സ്റ്റാൻഡേർഡാണ്, -y² പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഒരു പറഞ്ഞ ഡിസ്റ്റൻസ് 30². അത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള ഷിയർ സ്ട്രെസ് 2.88 കിട്ടും. ഇനിയിപ്പോൾ 30 എന്നുള്ള 40 ആക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ സംഭവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ബീം ഓഫ് 60 mm ഡയമീറ്റർ ഈസ് സബ്ജക്റ്റഡ് ടു ഷിയർ ഫോഴ്സ് ഓഫ് 6 kN. ഇവിടെ മാറ്റം, ഇത് സർക്കുലാർ ട്യൂബാണ്, കാരണം ഇവിടെ ഡയമീറ്റർ തന്നിരിക്കുന്നത്. നേരത്തെ ബ്രെഡ്ത്തും ഡെപ്ത്തും തന്നിരിക്കുന്നത്, അപ്പോൾ അത് റെക്റ്റാങ്കുലർ ആയിരുന്നു. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ 10 mm ആണ് എബോവ് ന്യൂട്രൽ ആക്സിസ്. ബാക്കിയുള്ളതൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആവറേജ് ഷിയർ എന്ന് പറഞ്ഞാൽ F/A. അപ്പോൾ A കാണുമ്പോൾ π/4 d² ആവും ഏരിയ കാണാൻ, ആ ഒരു വ്യത്യാസം മാത്രം. പിന്നെ ഇവിടെ മാക്സ് എടുക്കും, മാക്സിമം ഷിയർ സ്ട്രെസ് എടുക്കുമ്പോൾ 4/3 യൂസ് ചെയ്യും. നേരത്തെ അവിടെ 3/2 ആയിരുന്നു, ആ ഒരു മാറ്റം മാത്രം.
ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ ബോർഡ് സെമസ്റ്റർ എക്സാമിന്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുമ്പോൾ ടോമാക്സും കിട്ടി. അതുപോലെ y 10 mm ആണ്. ഇക്വേഷൻ f/3i. ഇക്വേഷന് ചെറിയ മാറ്റമുണ്ട്. നേരത്തെ എന്തായിരുന്നു ഇക്വേഷൻ? നേരത്തെ ഇക്വേഷൻ f/2i ആയിരുന്നു. f/2i d²/4 മൈനസ് y² ആണ്. ഇവിടെ 3i ആണ്. ഇവിടെ 3i ആണ്. നേരത്തെ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ അവിടെ by2i ആയിരുന്നു, f/2i. അപ്പോൾ അത് പഠിക്കുക, അത് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ f/3i d²/4 മൈനസ് y². ഇനി i കാണാൻ π/64 d⁻⁴ ആണ്. അത് i കാണുക. i ആണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. എന്നിട്ട് അത് ഇതിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് 2.5 Nm/mm² കിട്ടും. അപ്പോൾ രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് റെക്റ്റാങ്കിൾ ആണ്, ഒന്ന് സർക്കുലർ ആണെന്ന് മാത്രം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആകെ 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. പിന്നെ വേറെ ടൈപ്പ് ഐ സെക്ഷൻ്റെ ഇത് കൂടി ഉള്ളൂ. ഇത് സിംപ്ലി സപ്പോർട്ടർ ആണ്. നേരത്തെ എന്താ പറഞ്ഞത്? സർക്കുലർ ബീം എന്നേ പറഞ്ഞുള്ളൂ. ഇത് സിംപ്ലി സപ്പോർട്ടഡ് എന്ന് തന്നിട്ടുണ്ട്. ബീം ആസ് എ സ്പാൻ ഓഫ് 4 meter. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഫൈൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇറ്റ് ക്യാൻ ക്യാരി ഇഫ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് എക്സീഡ് 0.6 Nm/mm². ടോമാക്സ് 0.6 Nm/mm² ആണ്. ലെങ്ത്ത് 4000 mm ആണ്. ബ്രെഡ്ത്ത് 100 mm ആണ്. പിന്നെ ഇത് റെക്റ്റാങ്കുലർ d 200 mm ആണ്. എ പറഞ്ഞ b/d ആണ്. w ആണ് കാണാൻ പറഞ്ഞത്. ടോമാക്സ് എന്ന് പറഞ്ഞാൽ 3/2 f/a ആണ്. കാരണം അത് റെക്റ്റാങ്കുലർ ആണ്. അതിപ്പോൾ സർക്കുലർ ആയിരുന്നെങ്കിൽ 4/3 ആയിരുന്നു. അപ്പോൾ 0.6 ആണെന്ന് തന്നിരിക്കുന്നത് ടോമാക്സ്. 0.6 3/2 100. അതിൽ എഫ് മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. എഫ് നമുക്ക് 800 N കിട്ടും. ഇനി ലോഡ് കാണാൻ വേണ്ടി, ലോഡാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. ഇതിൻ്റെ എഫ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻസ് WL/2 ആണ്. WL/2 ആകുമ്പോൾ അതിൽ W മാത്രമേ നമുക്ക് അൺനോൺ ഉണ്ടാവുള്ളൂ. L 4000 നമുക്കറിയാം. L 4000 അറിയാം. /2 W മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. W 4 Nm/mm കിട്ടും ലോഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അത് ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. മുമ്പ് പഠിച്ച ഓരോ റിലേഷൻസ് യൂസ് ചെയ്തെന്നാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. വെർട്ടിക്കലായിരിക്കുന്ന വൂഡൻ ബോൾ ഓഫ് സർക്കുലർ സെക്ഷൻ സ്റ്റാൻഡ്സ് ആസ് എ 2 meter ഹൈ കാൻഡിലിവർ. wooden section stands as a 4 meter high cantilever fixed at base. Basically fixed at a cantilever it is subjected to horizontal force of 2000 Newton at its top. Determine the diameter of pole if the permissible shear stress is 0.75. അതായത് ഒരു പോൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 2000 Newton. അപ്പോൾ L 2 meter ആണ്. 2 meter പറഞ്ഞാൽ 2000 mm ആണ് അല്ലേ. W ലോഡ് ആക്ട് ചെയ്യുന്ന ലോഡ് 2000 Newton ആണ്. ടോമാക്സ് 0.75 Nm/mm². കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ടോപ്പിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഫ്രം എൻഡ് ഷിയർ ഫോഴ്സ് F = W 2000 Newton. ടോമാക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷിയർ ഫോഴ്സ് പറഞ്ഞാൽ എൻഡിൽ 2000 Newton ആണ്. എഫ് 2000 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ ടോമാക്സ് പറഞ്ഞാൽ 4/3 F/a ആണ്. കാരണം അത് ഒരു ഡയമീറ്റർ ഡിറ്റർമിൻ ദി ഇത് ഡയമീറ്ററാണ് കാണാൻ പറഞ്ഞത്. സർക്കുലറാന്ന് പറഞ്ഞിട്ടുണ്ട്. കാൻഡിലിവർ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം സർക്കുലർ സെക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടോമാക്സ് പറയുമ്പോൾ 4/3 F/a ആണ്. ടോമാക്സ് നമുക്ക് തന്നിട്ടുണ്ട് 0.75 ആണ്. 4/3 F/a ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഡി മാത്രമേ നമുക്ക് അൺനോൺ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എഫ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അത് തന്നിട്ടുണ്ട്. ഫോഴ്സ് എത്രയാണ്? 2000 Newton മുകളിൽ. ഇപ്പോൾ ഒരു പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്ത് ഇവിടെ വരുന്ന ഫോഴ്സാണ് തന്നിരിക്കുന്നത് കാൻഡിലിവർ ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഡി മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. ആ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡി കിട്ടും. ഡി 67 mm എന്ന് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അതുപോലെ
ഈസിയാണ്. ദ ആവറേജ് ഷിയർ സ്ട്രെസ് അറ്റ് ദി സെക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീം ഓഫ് സൈസ് 100 mm by 200 mm is 0.4 Newton per mm. Shear stress 0.4 Newton per mm square. Determine the shear force at the section and the maximum shear stress at the section. ആവറേജ് ഷിയർ സ്ട്രെസ് 0.4 Newton per mm square തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്രെഡ്ത്ത് 100ഉം ഡെപ്ത്ത് 200ഉം ആണ്. ടി ആവറേജ് പറഞ്ഞാൽ എഫ് ബൈ എ ആണ്. എഫ് ബൈ എയിൽ പി ടി എ അറിയാം, എഫ് അറിയാത്തത് എഫ് ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. എഫ് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് കിട്ടും. പവർ മാക്സ് പറഞ്ഞാൽ 3/2 എഫ് ബൈ എ. എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3/2 ബൈ എഫ് 8000 ബൈ 2. എഫ് നമുക്ക് 8000 ന്യൂട്ടൺ എന്ന് കിട്ടും. അതുപോലെ ഏരിയ 100 × 200 ആണ്. അപ്പോൾ 2004 3/2 0.4 ഇതിവിടെ ഈ ഏരിയ 4 യൂസ് ചെയ്താൽ മതി. 4 യൂസ് ചെയ്യുമ്പോൾ ഇത് 4 ഇത് വരിക. 4 എന്ന് വരുമ്പോൾ 2 × 4 അത് 2 6 വരിക. 6 ആണ് ആൻസർ. 0.4 0.4 എന്ന് വരുമ്പോൾ എഫ് 0.4 × 8000. അതുപോലെ എഫ് 8000 എന്ന് കിട്ടും. അതുപോലെ എഫ് ബൈ എ 8000 ബൈ 2000. by 20,000. അപ്പോൾ 0.4 കിട്ടും. ശരി ഈ പ്രോബ്ലം ശരിയാണ്. എന്താ വെച്ചാൽ എഫ് ബൈ എ എഫ് നമുക്ക് 8000 കിട്ടി. ഇനി ഇവിടെ ബൈ എ നമുക്ക് 20,000 ഉണ്ടാവുക. അപ്പോൾ 0.4 വരുള്ളൂ. 0.4 × 3/2 0.6 വരും. അപ്പോൾ ഈ ഒരു ടൈപ്പ് കൂടി പ്രോബ്ലം ഉണ്ട്. ഐ സെക്ഷൻ വരുന്ന ഷിയർ സ്ട്രെസ് കാണാനുള്ളത്. അതും സിമ്പിളാണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്.
ഒക്കെ അത് നമുക്ക് അടുത്ത രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.